ഹബീബി, വെൽക്കം ടു മൗറിറ്റാനിയ റെയിൽവേസ്. 65 വയസ്സായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ ഇവര്. 65 വയസ്സായാലാണ് ഇങ്ങനെ മകളോടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. അതും ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഒരു പച്ചക്കറി ഒരു ഹോൾസെയിൽ ഷോപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിന് വരാൻ വേണ്ടി ഞാൻ ബാഗും ഇതൊക്കെ വെച്ച് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ധാരാളം വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി കയറാൻ വേണ്ടി ഇവിടെ കുറേ വിദേശികൾ ഇരിപ്പുണ്ട്. ഇവിടെ കടകളും ഇവിടെയും എന്തൊക്കെ വിൽക്കുവാണ് കേട്ടോ. പഴവും സംഭവങ്ങളൊക്കെ വിൽക്കുവാണ്. ആ ഒരു ഭാഗത്താണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ കയറാൻ വേണ്ടി ധാരാളം ആളുകൾ നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പോയ ട്രെയിൻ ഉണ്ടല്ലോ, ആക്ച്വലി അത് എൻ്റെ ട്രെയിൻ അല്ലായിരുന്നു, വേറെ ഏതോ ഒരു ട്രെയിനാണ് കേട്ടോ. ഞാൻ അതിന് വേണ്ടി കഥച്ചൂടി. ആക്ച്വലി ഇവിടുത്തെ ലോക്കൽസിലെയും കാട്ടി കൂടുതൽ വിദേശികളാണ് കേട്ടോ ട്രെയിൻ കയറാൻ വേണ്ടി ഉള്ളത്. കുറേ വിദേശികളുണ്ട്. ടെക്നിക്കലി ഇത് ആക്ച്വലി ഇല്ലീഗൽ ആണെങ്കിൽ പോലും കുറേ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വിദേശി ആയതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അവർ വാങ്ങിച്ചായിരുന്നു ഓൾറെഡി. ഇതാണ് നമ്മുടെ പാലം. ഈ ട്രെയിനിലാണ് പോകുന്നത്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ കുറേ ആളുകൾ ലോഡൊക്കെ കൊണ്ടുവന്ന് ഇവർ സൊറാത്തൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞാനും ഇങ്ങനെ ഇരിക്കുവാണ്. നോക്കാം. ഞാൻ എൻ്റെ കവച കുണ്ടകം അതൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ മൗറിറ്റാനിയ ഇവര് പറയുന്നത്, അയ്യോ അത് ഇത് ഹൗലി എന്നാണ് കേട്ടോ. ഹൗലി എന്നാണ് ഈ സാധനത്തിനെ പറയുന്നത്. ഡ്രസ്സിനെ ദറാന്ന് പറയും. മൗറിറ്റാനിയൻ ഭാഷ ഇവര് പറയുന്നത് സഹാബ. അയ്യോ മറന്നുപോയി. ഇത് ആക്ച്വലി ലോഡും എടുത്തിട്ട് നമ്മുടെ സൊറാത്തിൽ നിന്ന് നവദ്വീപിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ ഈ കാണുന്നത്. ആക്ച്വലി പലതരത്തിലുള്ള ട്രെയിനുകളുണ്ട്. ഒന്ന് പാസഞ്ചർ കാർ ഉള്ളതുണ്ട്. ചില ട്രെയിനുകൾ പാസഞ്ചർ കാർ ഇല്ലാത്തത്. പാസഞ്ചർ കാർ മുമ്പില്ലായിരുന്നു. ഈ കുറച്ച് ആളുകളുടെ ഇടയിലാണ് 1.5 മാസം എന്തായുള്ളൂ പാസഞ്ചർ കാർ വന്നിട്ട്. പാസഞ്ചർ കാറുള്ള ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. നേരത്തെ കണ്ട ട്രെയിൻ നേരെ എടുത്തുകൊണ്ട് പോയി. കാരണം അത് ചരക്ക് മാത്രമാണ്. അപ്പോൾ ഈ ചരക്കുള്ള ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നത് പാസഞ്ചർ കാറും ഉണ്ട്, അതിൽ ചരക്കും ഉണ്ട്. പക്ഷേ പാസഞ്ചർ കാറിൽ 300 എന്തോ കൊടുക്കണം. 300 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 600 അതിൽ കൂടുതൽ എന്തൊരു രൂപയായി. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ കയറുന്നില്ല. കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഫ്രീ ആയിട്ട് പോകാനുള്ള ഇതിൽ ചാടി കയറണം. അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ അവർ പൈസ വാങ്ങിച്ചിട്ട് കയറും. ഈ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നത് പൈസ വാങ്ങിച്ചിട്ട് കയറാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അവർ ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കടയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ആളുകൾക്കൊക്കെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. നമ്മൾ കുറേ നേരമായി നമ്മുടെ ട്രെയിനൊന്നും വന്നിട്ടില്ല. എൻ്റെ അവിടെ 2 സുഹൃത്തുക്കളുണ്ട്. സൈക്കിളൗട്ടി ഹോളണ്ടിൽ നിന്ന്, നെതർലാൻഡിൽ നിന്ന് സൈക്കിളൗട്ടി വന്ന ആൾക്കാരാണ്. അവർ സൗത്ത് ആഫ്രിക്ക വരെ സൈക്കിളൗട്ടാണ്. അവർ നമ്മളോട് ട്രെയിനിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. Hello. We are waiting from long time. Very long. Are you guys excited? Very excited. And a bit, I don't know. Nervous as well. Oh, okay. How's this one? Yes, you did this. It's actually amazing. The local sets that you did a great job. So. ഞാനാണ് കേട്ടോ ഇവർക്ക് ഇത് ചെയ്തു കൊടുത്തത്. അവരുടെ സൈക്കിൾ അവിടെ ഇരിക്കുവാണ്. അവരുടെ ബാഗ്, എൻ്റെ ബാഗെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം, പിന്നെ ഇത് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് സംഭവങ്ങളൊക്കെയാണ്. അവിടെ എല്ലാം കുറേ ആൾക്കാർ കേട്ടോ. അതിൻ്റെ അകത്തെല്ലാം കുറേ ആൾക്കാർ. ഇവിടെ എല്ലാം കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ദാണ്ടെ ഒരാള് നമ്മുടെ മൗറിറ്റാനിയൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇവരുടെ ദാറ ലൈക്ക് ദിസ്. കണ്ടില്ലേ എന്ത് വലിപ്പമുണ്ട് ഇതില്. ഇത് ഇവരുടെ എംബ്രോയിഡറി വർക്കൊക്കെ. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള സംഭവത്തിന് പുള്ളിക്കാരൻ്റെ ഫേസ് കാണിക്കേണ്ടെന്ന് പറഞ്ഞു. ശുക്രൻ. നമ്മളെല്ലാം അങ്ങനെ ഇനി ബാഗും ചുമടൊക്കെ പിടിച്ചുകൊണ്ട് നമ്മള് ട്രെയിൻ കയറാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് നടക്കുവാണ്. കാരണം ഇവിടെ ഇപ്പോൾ പാസഞ്ചർ ട്രെയിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവരും സൈക്കിളും
ഇതാണ്ടേ നമ്മുടെ പയ്യന്മാര്. It's heavy, right? It's heavy, man. Enjoy. Thanks. മമ്മ ഹലോ. ഇവിടെ നമ്മുടെ കൈനി എന്നുള്ളൊരു അമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു പെണ്ണ്, എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടി, അവളുടെ അമ്മയും കൂടെ അവളുടെ കൂടെ വന്നിരിക്കുവാണ് കേട്ടോ കറങ്ങാൻ വേണ്ടി. അങ്ങനെ പുള്ളിക്കാരി നമ്മളുമായിട്ട് പോവാണ്. എല്ലാരും സൈക്കിളിൽ കണ്ടില്ലേ. ഇവിടെ നമ്മുടെ ചൊങ്ചാനുണ്ട്. ചൊങ്ചാൻ ഹായ്. ചൊങ്ചാനും ചൊങ്ചാന്റെ അമ്മയാണ് കേട്ടോ ഇന്നത്തെ ഹീറോ. ഇവിടെ താണ്ടെ വാഗനിൽ കയറ്റാൻ വേണ്ടിയുള്ള കുറെ ചരക്ക് സാധനങ്ങളൊക്കെയാണ് ഇവിടെ അവര് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടോ അവര് നല്ല തളർന്നു കേട്ടോ. 65 വയസ്സായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ ഇവര്. 65 വയസ്സായാലാണ് ഇങ്ങനെ മകളോടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്, അതും ഇങ്ങനത്തെ ട്രാവല്. ഇവിടെ എന്തെല്ലാം സാധനമാണ്, പന്നികള്, മെത്തകള്, ഇവിടെ കുറേ സാധനമുണ്ട്. ഇവിടെ ഈ ലോഡ് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് സ്പോഞ്ചുകള്. എൻ്റെ അമ്മ, നമ്മുടെ സൺസെറ്റ് അവിടെ ആവുകയാണ് കേട്ടോ. സൺസെറ്റ് അല്ല, സോറി, മൂൺസെറ്റ്. സണ്ണൊക്കെ അവസാനിച്ചിട്ട് കുറേ മണിക്കൂറായി. നമ്മുടെ ചന്ദ്രനാണ് കേട്ടോ അവിടെ അസ്തമിക്കുന്നത്. അസ്തമിക്കുന്നതല്ല, അവിടെ ആകാശത്ത് കാണുന്നത്. ഇവിടെ തണുപ്പ് കൂടിയോണ്ട് ഞാൻ വേറൊരു സോക്സും കൂടെ ഇടുവാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ജാക്കറ്റൊക്കെ ഇട്ടിരുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തോ അതിൻ്റെ അപ്പുറമായിട്ടോ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ സൈക്കിളോട്ടുള്ള ആൾക്കാർ, അല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഇവര് കുടുംബം, അമ്മയും മോളും. ഭയങ്കര സന്തോഷം കേട്ടോ. എന്തോ എനിക്കറിയില്ല, ഭയങ്കര ഒരു സന്തോഷം. ട്രെയിനിന് വേണ്ടി എക്സൈറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. സമയം 9 മണി എന്തോ ആയി. ആളുകൾ സാധനം കൊണ്ടൊന്ന് വിൽക്കുവാണ്. നന്ദി. നമ്മുടെ ട്രെയിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ 5-6 വർഷത്തെ യാത്ര ഞാൻ സഫലീകരിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ട്രെയിൻ 10:30 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട്. Let's go. ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. Yep, good. Come on. നമ്മള് കേറുവാണ് കേട്ടോ ഓരോരുത്തരായിട്ട്. ഇവിടെ മോളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഗുഡ്. അവിടെ വേറെ ആൾക്കാരൊക്കെ അവിടെ കേറുവാണ് കേട്ടോ. അവർ ഓൾറെഡി കേറി മുകളിലോട്ട് പോ. Tilo, come on. Yeah. Tilo, അടുത്ത അവളുടെ അമ്മ കയറുവാണ്. 65 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ കയറുന്നത്. നിങ്ങൾ നോക്കണം. Bye. Yeah. Okay, sorry. നമ്മളിവിടെ ബൈക്ക് കയറ്റുവാണ്. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് സൈക്കിൾ കയറ്റുവാണ്. കണ്ടില്ലേ? ഇവിടെ ആളുകൾ അവരുടെ ലോഡിങ് സാധനങ്ങൾ കയറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നമ്മൾ അടുത്ത സൈക്കിൾ കയറ്റുവാണ്.
നമ്മളങ്ങനെ കയറ്റാനുള്ളതാ എല്ലാ സൈക്കിളും കയറ്റിയിട്ടുണ്ട്. സൈക്കിളേഴ്സിന്റെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് സൈക്കിള് കയറ്റി ഇതാണ്ട് ഇവിടെ ഇരിക്കുവാണ്. അടിപൊളി. അവിടെ എന്റെ ബാഗൊക്കെ വെച്ച് അവിടെ അവരാണ് കേട്ടോ അവിടെ. ഇവിടെ എല്ലാരും കേറും. നമ്മുടെ Chinese people are actually setting up a tent. അവര് ടെന്റ് ഒക്കെ അടിക്കുകയാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് നമ്മൾ കേറുവാണ്. ഇതാണ് ഇവിടെ നമ്മുടെ വാഗനും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മള് വാഗന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ചാടിയാൽ മരിക്കും കേട്ടോ. ചിലപ്പോൾ ചാടി വീണാൽ ഇങ്ങനെ ഓൾമോസ്റ്റ് മരിക്കാറായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി മുകളിലോട്ട് കയറട്ടെ. സോറി. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ 2-2.5 കിലോമീറ്റർ നീളം കിടക്കുന്ന ഒരു ട്രെയിൻ ലൈനാണ്. സൂക്ഷിച്ചും പിടിച്ചൊക്കെ കയറണം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്റെ ഇതൊക്കെ ഇളകിപ്പോയല്ലോ പടച്ചോനെ. ഇവരിവിടെ ടെന്റൊക്കെ അടിച്ച് കിടക്കുവാൻ വേണ്ടി പോവാണല്ലോ. ഹലോ ഗായ്സ്. Hey. Excited as a child. Bucket list. ഇവിടെ സൈക്കിളൊക്കെ ഇട്ട് കാണാൻ എന്ത് നല്ല ചന്തമല്ലേ. സൈക്കിൾ ഇട്ടേക്കുന്ന രീതി കണ്ടില്ലേ, നിരത്തി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഇവരെന്തോ വന്ന് അടി ഉണ്ടാക്കണം. Hello. Il faut plus poser un circuit entre les minomamies. Y a pas de problème, on change là. Parce que, non, faut pas sauter. C'est vous qui a dit qu'on fallait tous se regrouper dans le même wagon. Voilà, d'accord, mais je crois que quelqu'un allait de... ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന ചെടാപ്പാട് കണ്ടില്ലേ. മോളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മോളെ എന്റെ അടുത്ത് പറയാ കേട്ടെ. കോമഡി കേട്ടോ. പുള്ളിക്കാരൻ വന്നിട്ട് പറയാണ് എല്ലാരും ഒറ്റ വാഗണിൽ മാത്രം ഇരിക്കണം, 2 ഇടയ്ക്കില്ലും, എന്നാൽ നമ്മൾ ചാടിക്കളിക്കുമല്ലോ. അതേസമയം ഇവളുടെ അമ്മ അവളെ കയറ്റി എങ്ങനെയെങ്കിലും മോളിൽ കയറ്റി ഫോട്ടോ എടുക്കണേന്നേ ഉള്ളൂ. പുള്ളിക്കാരിയാണ് കേട്ടോ ക്രേസി. വാവ്, നമ്മുടെ സാധനങ്ങളെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. ഫൈനലി ബൈ ബൈ ബൈ. Dying. We are going. There we go. നമ്മളങ്ങനെ എല്ലാരും റെഡി ആയിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണല്ലോ. അതോ careful man. Ça fait peur. Mama good. Nice. പുള്ളിക്കാരിയുടെ അമ്മ ടെന്റിലൊക്കെ കയറിയിരിക്കുവാണ് കേട്ടോ. അമ്മമാരെ അവിടെ ചാടിക്കളിക്കുവാണ്.
നമ്മുടെ അടുത്ത ട്രെയിന് വേറൊരു ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് വേറൊരു ട്രെയിനാണ്. സലാമലൈക്കും. ഇത് നമ്മുടെ ലോഡും കയറ്റി കൊണ്ടുപോകുന്ന സാധനമാണ്, വണ്ടിയാണ്. ഇതിലാണ് കേട്ടോ ഞാനിനി അടുത്ത റൈഡ്. ഫുള്ള് ലോഡും കയറ്റിയ വണ്ടി ഇവിടെ നമ്മളെ വണ്ടി നിർത്തിയിട്ടൊക്കെയോ. അതുകൊണ്ട് നമ്മൾ അവളിരുന്ന് സിനിമ കാണാം കേട്ടോ കേട്ടോ അവിടെ. ഫൈനലി ഉറക്കാൻ പോവാണ്. ഇവിടെയാണ് കേട്ടോ കിടക്കല്ലേ. കേട്ടില്ലേ? അങ്ങനെ നമ്മുടെ സൂര്യൻ ഇവിടെ ഉദിച്ചിട്ടുണ്ട്. രാവിലെ ആയി. രാവിലെ നമ്മൾ എണീറ്റു. അവരെല്ലാം അവിടെ എണീറ്റു ചിത്രങ്ങളൊക്കെ എടുക്കുവാണ്. ഇവിടെ ടെന്റിന്റെ അകത്ത് നമ്മുടെ അമ്മയും മോളും ഇവിടെ തന്നെ കിടക്കുവാണ് കേട്ടോ. നല്ല തണുപ്പ്. രാത്രി എൻ്റെ അമ്മോ എന്ത് തണുപ്പല്ലോ. അതുകൊണ്ട് അവർ ആ സിൽവർ ഫോയിൽ പേപ്പറൊക്കെ എടുത്തിട്ടിട്ടാണ് അവർ കിടന്നത്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടു. തണുത്ത് ഇപ്പം തന്നെ തണുത്ത് വിറയ്ക്കുവാണ്. ഗുഡ് മോർണിംഗ്. അവരിപ്പോഴാണ് കേട്ടോ എണീറ്റത്. ഇവിടെ നമ്മുടെ വേറെ ട്രെയിനാണ് കേട്ടോ പോകുന്നത്. ഇത് ചരക്കും കൊണ്ട് പോകുന്നതാണ്. ഓ, ഈ ട്രെയിന് സഡൻ ആയിട്ട് ബ്രേക്ക് പിടിക്കുമ്പോ എല്ലാരും പറഞ്ഞ് വീഴും കേട്ടോ. ഗുഡ് മോർണിംഗ്. നമ്മുടെ അവരൊക്കെ പോവാൻ വേണ്ടി പോവാണ് കേട്ടോ.
എല്ലാരും ഇറങ്ങുവാണ്. ചൗം എന്ന് പറയുന്ന നഗരത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചൗമ്. അവിടെ ചെറിയ ചെറിയ വീടുകളും ഇതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു പാസഞ്ചർ കാറ്. അവിടെ എല്ലാരും ലോഡും സാധനമൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ബാഗ് കുറച്ച് ഇറക്കി. ഇത് നമ്മള് സൈക്കിളുകൾ ഇറക്കാൻ വേണ്ടി പോവാണ്. 你可下去叫他给你录一个。I think nothing is here. Okay. Yes. Huh? Yes. Strong. Feel strong. Yes. Okay. Yes. Thank you. Again? Yes. Sir. Bro, okay. Yes. Thank you. Enjoy your trip. It was a lot. Yes. I will videos. Bye. While you're Bye. Yeah. സാധനം എല്ലാം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ചൗം എന്ന് പറയുന്ന നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാം പോവാ കേട്ടോ. ഭയങ്കര വിഷമം കേട്ടോ. അവര് പോവുക. ഇവിടെ കുറേ ലോക്കൽസ് ഒക്കെ ഒരു ഷെയർ ടാക്സിയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകളും പിന്നെ കുറേ ആൾക്കാരൊക്കെ അവരുടെ സാധനമൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ട്രെയിനിൽ നിന്ന്. ഇതാ കഴുതയൊക്കെ ഉണ്ട്, ലോഡിങ് വണ്ടികൾ ഇതൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി കേട്ടോ. അങ്ങനെ അവര് പോയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഇവിടെ എടുത്തു. ഈ കാണുന്നത് നമ്മുടെ പാസഞ്ചർ ട്രെയിനാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് അതിന്റെ ഒരു ബോഗിയാണ് കേട്ടോ. നമ്മുടെ കൂടെ ഞാൻ മാത്രമല്ല, നമ്മുടെ ചൈനയിൽ നിന്നുള്ള അമ്മയും മോളും താട്ടെ ഇവിടെ തന്നെ ഉണ്ട്. അവര് ഇതുവരെയായിട്ട് പോയിട്ടില്ല. അവര് എൻ്റെ കൂടെയാണ് കേട്ടോ. നമ്മളങ്ങനെ ചൗം എന്ന് പറയുന്ന സ്ഥലത്തിലെ ചൗമിനെ വിട പറഞ്ഞ് പോവാണ്.
നമ്മൾ ഈ പൊടിയിലും ഇതിലൊക്കെ ഓറഞ്ചൊക്കെ തൊലിച്ച് കഴിച്ചോണ്ടിരിക്കുവാണ്. ഞാനിത് മൊറോക്കോയിൽ കൊണ്ടുവന്ന ഓറഞ്ചാണ് കേട്ടോ. അമ്മ കിടന്ന് ഫുൾ ഉറക്കമാണ്. Put like this, full. നമ്മൾ അടുത്ത ഏതോ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും നിർത്തിയിട്ടുണ്ട്. ട്രെയിൻ എവിടെയോ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഇങ്ങനെ പരന്ന് കിടക്കുവാണ് സംഭവം. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അടിപൊളിയാണ് കേട്ടോ. How are you feeling? Good? Meili? Good? എൻ്റെ ആകെയുള്ള കമ്പനിയാണ്. അവളുടെ അമ്മ അവിടെ കിടന്ന് ഉറങ്ങുവാണ് കുറേ നേരമായിട്ട്. ഇതൊരിക്കലും എണീറ്റില്ല. എണീറ്റ് വീണ്ടും കിടക്കും, വീണ്ടും എണീക്കും. നമ്മുടെ ഹൈവേ, നമ്മുടെ മെയിൻ റോഡ് അങ്ങോട്ട് പാസ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ പോകുന്നത് സൊറാത്തോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ലാസ്റ്റ് നമ്മുടെ ഇവരുടെ മൈനിങ് കമ്പനിയൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്തോട്ട്. ഫുള്ള് പൊടി. കഴിക്കാൻ വേണ്ടി ഒരു ലോഡ് സാധനങ്ങളാണ് ആ ചാക്കി കെട്ടിക്കോട്ട് വന്നത്. ഞാനും വേറൊരു ചാക്കിൽ ഒരു ലോഡ് സാധനങ്ങൾ ബാഗിലൊക്കെ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നു. പക്ഷെ പൊടി ആയതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിർത്തിയിട്ട സമയം പൊടി അധികം പറക്കുന്നില്ല. വല്ലതൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളങ്ങനെ ദാണ്ടെ സൊറാത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് താഴോട്ട് ഇനി ഇടാൻ വേണ്ടി പോവാണ്. ആൾക്കാരെല്ലാം സാധനങ്ങൾ താഴോട്ടിടുന്നു. എല്ലാവരും ഇറങ്ങുന്ന തിരക്കും ഇതൊക്കെയാണ് കേട്ടോ കാണുന്നത്. Slowly. Everything will go. Everything together.快来了，跑。你在上呀，没事。വയനാട്ടിലെ എന്റെ യാത്ര അവസാനിച്ച് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. ഏകദേശം 15-17 മണിക്കൂറെടുത്ത് സൊറാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്താ മകമൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ഞാൻ ഫിള്ളിയും മോങ് ചത്ത് കേട്ടോ. സാധനങ്ങളെല്ലാം ഇവിടെ ഇട്ടോ. അവിടെയൊക്കെ കുറെ ആൾക്കാർ അവരുടെ എല്ലാ സാധനങ്ങൾ ഇറക്കുന്നു, കയറ്റുന്നു, പരിപാടികളൊക്കെ ചെയ്യുവാണ്. ഇത് സൊറാത്ത് നഗരം പോകൂല ഉണ്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ നടക്കുവാണ്. അമ്മ പുറകിൽ നിന്ന് വീഡിയോ എടുത്തോണ്ട് വരുവാണ് കേട്ടോ. ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ ലോഡ് കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.